തന്നെയാണ് താങ്കൾ അവിടെ വിമർശനം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിച്ചപ്പോഴും താങ്കൾ ആരാണ് ഇങ്ങനെ പ്രതിഷേധം അറിയിക്കാനെന്ന്? ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. പിന്നെ സർക്കാർ ക്ഷണിച്ചതിന് പ്രകാരമാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത്. സംഗീത അക്കാദമിയുടെ വൈസ് ചെയർമാൻ എന്നുള്ള അക്കാദമിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. പിന്നെ 24 വർഷമായിട്ട് സിനിമാ സംഗീത ലോകത്ത് പാടി വരുന്ന ഒരാളാണ്. ഈ വർഷം കൂടി ഞാനൊരു സിനിമ പാടിയുള്ളൂ. കഴിഞ്ഞ വർഷം 2023 എൻ്റെ ഗാനം ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു. മറ്റേ സുലൈഖ മനസ്സിലെ ഹാലാകെ മാറുന്നേ ഹാലേതാ, ആ പാട്ടൊക്കെ ഞാൻ പാടിയതാ. ചെമ്പാവ് പുന്നില്ലിൻ ചോറോ, ഈ ഗാനം ഞാൻ പാടിയതാ. കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞ കുളിരണമാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം, ഈ ഗാനമൊക്കെ ഞാൻ പാടിയതാണ്. തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ, തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ. ഈ ഗാനം പാടേണ്ട മുമ്പ് ഒരു ഡയലോഗുണ്ട്, അത് ബിജുപാലാണ് പറഞ്ഞിട്ടുള്ളത്. ബിജുപാലിൻ്റെ ശബ്ദത്തിലാണുള്ളത്. വേണ്ടത് വേണ്ടപ്പോൾ തോന്നിയില്ലെങ്കിൽ വേദനിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വേണ്ടത് വേണ്ടപ്പോൾ പറഞ്ഞില്ലെങ്കിൽ, വേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളാണത് വേദനിക്കേണ്ടി വരുന്നതേ. അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പിന്നെ ആ വിഭാഗത്തിന് യാതൊരു ഗതിയില്ലാത്തപ്പോൾ ഈ വീട് എൻ്റെ ഭർത്താവിൻ്റെ വീടാണിത്, എൻ്റെ വീടല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയല്ല, ഞാൻ തൃശ്ശൂരാണ് ജനിച്ചു വളർന്നത്. ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കണ്ടിട്ട് എന്നെ അടയാളപ്പെടുത്താൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അവരെൻ്റെ ആത്മസഹോദരങ്ങളാണ്. അവർക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കപ്പോൾ മറുപടി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു.